ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഡിഫറൻസിയേഷൻ. ഡിഫറൻസിയേഷൻ്റെ എല്ലാ സ്റ്റാൻഡേർഡ് റിസൾട്ടുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഓൾറെഡി 11th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഇൻട്രൊഡക്ഷൻ പാർട്ട് പറയുന്നില്ല, നേരിട്ട് സ്റ്റാൻഡേർഡ് റിസൾട്ട്സിലോട്ട് പോവാം. തുടക്കത്തിൽ നമ്മളൊരു 17-18 സ്റ്റാൻഡേർഡ് റിസൾട്ടുകളാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പറയുന്നില്ല, നേരിട്ട് നമ്മൾ ഡിഫറൻസിയേഷൻ്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട് പറയാൻ പോവാണ്. ഞാൻ ഈ എഴുതി തരുന്ന 17-18 റിസൾട്ടുകൾ ബൈ ഹാർട്ടാക്കി വെക്കണം, എങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഡിഫറൻസിയേഷൻ്റെ അപ്ലിക്കേഷൻസ് നമ്മൾ സെപ്പറേറ്റ് പഠിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ് റിസൾട്ട് ഓരോന്നോരോന്ന് പറയാൻ പോവാണ്. ആദ്യത്തെ സ്റ്റാൻഡേർഡ് റിസൾട്ട് d/dx ഓഫ് x⁻n. ഇത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരിട്ട് സ്റ്റാൻഡേർഡ് റിസൾട്ടിലോട്ട് പോവാണ് വിത്തൗട്ട് എനി ഇൻട്രൊഡക്ഷൻ. ഓക്കെ, അപ്പോൾ x⁻n ഡെറിവേറ്റീവ് എന്താണ്? x⁻n ഡെറിവേറ്റീവ് എന്താണെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ ആണല്ലോ. അപ്പോൾ x⁻n ഡെറിവേറ്റീവ് എന്താണ്? സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്, പഠിച്ചിട്ടുണ്ടല്ലോ 11th സ്റ്റാൻഡേർഡിൽ. n × x⁻n−1 ആണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ d/dx ഓഫ് x⁻10 എന്തായിരിക്കും? അപ്പോൾ n × x⁻n−1 എന്ന് പറയുമ്പോൾ 10 × x⁻10−1 ശരിയല്ലേ? n × x⁻n−1. അപ്പോൾ 10 × x⁻9 എന്ന് കിട്ടും, ശരിയല്ലേ? കൂടുതൽ എക്സാമ്പിൾ നമ്മൾ പിന്നീട് പഠിക്കും. ഇനി രണ്ടാമത്തെ സ്റ്റാൻഡേർഡ് റിസൾട്ട് പഠിക്കാം. d/dx ഓഫ് x. പ്രൂഫൊന്നും വേണ്ട, പ്രൂഫ് 11th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ 12th പ്രൂഫൊന്നും എക്സാമിനില്ല, അതുകൊണ്ടാണ് അത് പറയാത്തത്. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. ഈ എഴുതുന്ന എല്ലാവരും പഠിക്കാനുള്ളതാണ്. തേർഡ് സ്റ്റാൻഡേർഡ് റിസൾട്ട് d/dx ഓഫ് √x. √xൻ്റെ ഡെറിവേറ്റീവ് 1/2 √x ആണ്. പഠിച്ചു വെച്ചാൽ മതി, എങ്ങനെ വന്നതെന്നുള്ളത് അറിയണ്ട. പിന്നെ അടുത്തത് വരുന്നത് d/dx ഓഫ് കോൺസ്റ്റൻറ്റ്. കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. ഉദാഹരണത്തിന് 5ൻ്റെ ഡെറിവേറ്റീവ് 0, 10ൻ്റെ ഡെറിവേറ്റീവ് 0 അല്ലേ? ഇന്ന് നമ്മൾ കുറേ ട്രിഗണോമെട്രി ഫങ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് പഠിക്കാൻ പോവാണ്. ആദ്യം തന്നെ sin x-ൻ്റെ ഡെറിവേറ്റീവ്. sin x-ൻ്റെ ഡെറിവേറ്റീവ് cos x ആണ്. ഓക്കെ, പഠിച്ചു വെക്കുക. പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? sin x-ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? cos x ആണ്. ഇനി അടുത്തത് cos x-ൻ്റെ ഡെറിവേറ്റീവ് നോക്കാം. 6th വൺ d/dx ഓഫ് cos x. cos x-ൻ്റെ ഡെറിവേറ്റീവ് -sin x ആണ്. ഓക്കെ, പിന്നെ ഏഴാമത്തെ റിസൾട്ട് വരുന്നത് tan x-ൻ്റെ ഡെറിവേറ്റീവ്. d/dx ഓഫ് tan x sec²x ആണ്. എഴുതുന്നെല്ലാം നിങ്ങൾ എഴുതിയെടുക്കുക, പഠിക്കുക. അടുത്തത് d/dx ഓഫ് sec x. sec x-ൻ്റെ ഡെറിവേറ്റീവ് sec x tan x. ഒമ്പതാമത്തെ cot x-ൻ്റെ ഡെറിവേറ്റീവ്. cot x-ൻ്റെ ഡെറിവേറ്റീവ് -cosec²x ആണ്. പിന്നെ cosec x-ൻ്റെ ഡെറിവേറ്റീവ്. cosec x-ൻ്റെ ഡെറിവേറ്റീവ് -cosec x cot x ആയിരിക്കും. പഠിച്ചു വെച്ചാൽ മതി, പ്രൂഫില്ല. -cosec x cot x. ഇനി നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫങ്ഷൻസ് ഓരോന്നും. d/dx ഓഫ് sin ഇൻവേഴ്സ് x എന്ന് പറഞ്ഞാൽ 1/√1 - x². ഇതിൻ്റെ പ്രൂഫില്ല കേട്ടോ, ചോദിക്കുകയില്ല. ഓക്കെ, സൈൻ പ്രൂഫ് നമ്മൾ 11th സ്റ്റാൻഡേർഡിലൊരു ലിമിറ്റ് വെച്ചിട്ടുള്ളൊരു പ്രൂഫ് ഉണ്ട്, അതാണ് പ്രൂഫ്. പക്ഷെ അത് ഇവിടെ നമുക്ക് ആവശ്യമില്ല. സൈൻ ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവ് 1/√1 - x². ഇതേപോലെ കോസ് ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവ് പഠിച്ചു വെക്കാം. കോസ് ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവ് -1/√1 - x² ആണ്. സൈൻ ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണോ അതിൻ്റെ നേരെ നെഗറ്റീവാണ് കോസ് ഇൻവേഴ്സിന് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ടാൻ ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവ്. ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലോ. ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/1 + x² ആണ്. പിന്നെ കോട്ട് ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവ്. കോട്ട് ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവ് -1/1 + x² ആണ്.
ടാൻ ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണോ അതിൻ്റെ നേരെ നെഗറ്റീവ് കോട്ട് ഇൻവേഴ്സിനാണ്. അടുത്തത് സീക്ക് ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് സീക്ക് ഇൻവേഴ്സ് എക്സ് പഠിച്ചു വെക്കുക. 1/x ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 ആണ്. പിന്നെ അടുത്തത് ഡി ബൈ ഡി എക്സ് ഓഫ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ്, അതെന്ന് പറയുന്നത് -1/x ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 ആണ്. സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണോ അതിൻ്റെ നെഗറ്റീവാണ് കൊസീക്ക് ഇൻവേഴ്സ്. രണ്ടെണ്ണം കൂടിയുണ്ട്. ഒരെണ്ണം കൂടിയുണ്ട് ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് എക്സ്. ഇ റൈസ് എക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫങ്ഷനാണ്. ഈ ചില ഫോർമുലാസ് ഫിസിക്സിലും കെമിസ്ട്രിയിലും ചില ഫോർമുലാസ് ഡിറൈവ് ചെയ്യുമ്പോൾ ഇ റൈസ് എക്സ് വരാറുണ്ട്. അപ്പോൾ അത് ഞാനിവിടെ പറയുന്നില്ല. ഇ റൈസ് എക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണ്. അതിൽ ആ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ 2.718 ആണ് കേട്ടോ. അതൊരു കോൺസ്റ്റൻ്റ് ആണ്. ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് തന്നെയാണ്, പഠിച്ചു വെക്കാം. ആൻഡ് ലാസ്റ്റ് വൺ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ്. ലോഗരിതം എന്താണെന്നുള്ളത് നമ്മൾ പിന്നീട് പഠിക്കും. പിന്നീട് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ എടുക്കുമ്പോൾ എന്താണ് ലോഗരിതം, ലോഗരിതത്തിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസൊക്കെ അവിടെയാണ് പഠിക്കുന്നത്. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇത് ജസ്റ്റ് ബൈ ഹാർട്ടാക്കി വെച്ചാൽ മാത്രം മതി. ലോഗ് എക്സും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. അതും ചില ഫോർമുലാസ് ഡിറൈവ് ചെയ്യുമ്പോൾ വരുന്നതാണ്. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x ആണ്. ഇത്രയും സ്റ്റാൻഡേർഡ് റിസൾട്ടുകളാണ് ആദ്യം നമുക്ക് പഠിക്കാനുള്ളത്, ഡിഫറൻസിയേഷൻ. ഓക്കെ.